Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Solve y triple dash minus y dash is equal to 0. ജൂൺ 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചാണ്. ഇവിടെ തേർഡ് ഓർഡർ ആണ്. y ട്രിപ്പിൾ ഡാഷ് ആണ്, ട്രിപ്പിൾ ഡാഷ്. ഇപ്പൊ നമ്മൾ ആക്ച്വൽ ഇക്വേഷൻ എഴുതാം. സാധാരണ ആക്ച്വൽ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ ഇക്വേഷൻ നമ്മൾ y ഡബിൾ ഡാഷ് ആണെങ്കിൽ എന്ത് എഴുതും? y m സ്ക്വയർ എഴുതും. ഇവിടെ y ട്രിപ്പിൾ ഡാഷ് ആണ്. y ട്രിപ്പിൾ ഡാഷ് ആവുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? m ക്യൂബ് മൈനസ് y ഡാഷ് നമ്മൾ എന്ത് എഴുതും? അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിഫറൻഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓക്സിലറി ഇക്വേഷൻ എ നമ്മൾ എഴുതുന്നു. ഓക്സിലറി ഇക്വേഷൻ എന്താ കിട്ടുന്നത്? m ക്യൂബ് മൈനസ് m is equal to 0. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് m ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. m into m സ്ക്വയർ മൈനസ് 1 is equal to 0. അപ്പൊ m is equal to 0 വരും. m സ്ക്വയർ മൈനസ് 1 is equal to 0 വരും. അപ്പൊ m is equal to 0, m square is equal to 1. Therefore, m equal to 0, m is equal to plus or minus 1. അപ്പൊ റൂട്ട്സ് എന്താ കിട്ടും? m is equal to 0 എന്ന് കിട്ടും. m is equal to plus or minus 1. അപ്പൊ ഇവിടെ നമുക്ക് എത്ര റൂട്ട്സ് കിട്ടി? m ന്റെ വാല്യൂ 0 കിട്ടി, പ്ലസ് 1 കിട്ടി, മൈനസ് 1 കിട്ടി. 3 റൂട്ട്സ് കിട്ടി. 3 റൂട്ട്സ് കിട്ടുകയാണെങ്കിൽ കേസ് 1 ആണ്. റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട്. And roots are m1, m2, m3 ആണെങ്കിൽ നമ്മൾ y എഴുതേണ്ട ഫോർമുല എന്താണ്? y is equal to c1 into e raised to m1x plus c2 into e raised to m2x plus c3 into e raised to m3x. ഇവിടെ നമ്മൾ y എഴുതാനുള്ള ഫോർമുല y is equal to c1 into e raised to 0x plus c2 into e raised to x plus c3 into e raised to minus x. എന്ന് പറഞ്ഞാൽ y is equal to e raised to 0x ന്റെ വാല്യൂ എത്രയാണ്? e raised to 0x ന്റെ വാല്യൂ 1 ആണ്. Therefore c1 plus c2 e raised to x, c3 e raised to minus x. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ഇവിടെ y ഡബിൾ ഡാഷ് സ്ഥാനത്ത് y ട്രിപ്പിൾ ഡാഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. y ട്രിപ്പിൾ ഡാഷ് ആണെങ്കിൽ നമ്മൾ ആക്ച്വൽ ഇക്വേഷൻ എഴുതുമ്പോൾ y ട്രിപ്പിൾ ഡാഷ് m ക്യൂബ് എഴുതാം. m ക്യൂബ് മൈനസ് y ഡാഷ് വരെ m എഴുതുന്നു. m ക്യൂബ് മൈനസ് m ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ അതാണ്, ക്യൂബിക് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ് കിട്ടണമെങ്കിൽ നമ്മൾ അത് സോൾവ് ചെയ്യാനായിട്ട് m ക്യൂബ് മൈനസ് m ൽ നിന്ന് m അങ്ങോട്ട് പുറത്തെടുത്തപ്പോ m into m സ്ക്വയർ മൈനസ് 1 equal to 0 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ m equal to 0 ആവാം, m സ്ക്വയർ മൈനസ് 1 equal to 0 ആവാം. m equal to 0 റൂട്ടായി, m സ്ക്വയർ മൈനസ് 1 0 ആകുമ്പോ m ന് 2 റൂട്ട് കിട്ടും, പ്ലസ് ഓർ മൈനസ് 1. അപ്പൊ മൊത്തം റൂട്ട് ഏതൊക്കെയാണ്? 0 കിട്ടി, 1 കിട്ടി, മൈനസ് 1 കിട്ടി. റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട്. Roots are real and distinct. Roots are real and distinct ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എഴുതാനുള്ള ഫോർമുല എന്താണ്? y is equal to c1 into e raised to 0x plus c2 into e raised to x plus c2 into c3 into e raised to minus x. ഏത് ഫോർമുലയാണത്? y is equal to c1 into e raised to m1x plus c2 into e raised to m2x plus c3 into e raised to m3x എന്ന ഫോർമുലയിലെ m1 m2 m3 ക്ക് വരെ എന്ത് കൊടുത്തു? 0 1 മൈനസ് 1 കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ c1 into e raised to 0x, c2 into e raised to x, c3 into e raised to minus x കിട്ടി. e raised to 0x എന്താണ്? 1 ആണ്. c1 plus c2 into e raised to x plus c3 into e raised to minus x. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത് ജൂൺ 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.